Hey guys, welcome back to my channel with a new video. So guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യമഹയുടെ ആൽഫ റേ ഡിസ്ക് വരുന്ന മോഡലിലെല്ലാം സെയിം ആണ്. ഡിസ്ക് പാഡിൻ്റെ ഫ്ലൂയിഡും ബ്ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ, ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഗിവ് ഇറ്റ് എ തംസ് അപ്പ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ബ്രേക്ക് ബ്ലീഡിങ്ങിന് മുമ്പേ നമുക്ക് ബ്രേക്ക് കാലിപ്പർ ക്ലീൻ ചെയ്യണം, ബ്രേക്ക് പാഡ് മാറണം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ബ്ലീഡിങ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 12-ൻ്റെ 2 ബോൾട്ടുണ്ട്. ഈ 2 ബോൾട്ട് ഊരി കാലിപ്പർ ഊരിയെടുക്കുക. അതിന് മുന്നേ ആ കാണുന്ന, അതായത് പാഡ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നട്ട്, അത് വന്നിട്ട് 8mm നട്ടാണ്. അതും ലൂസ് ചെയ്യുക. അത് ഈ മൗണ്ടിങ്ങിൽ വെച്ച് ലൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് എളുപ്പം. പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് ലൂസാക്കാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഈ 2 നട്ടും നല്ല ടോർക്കില ടൈറ്റൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ലൂസാക്കാൻ ഒന്നെങ്കിൽ ഒരു ബ്രേക്കർ ബാർ വേണം, അല്ലെങ്കിൽ ടീ ഹാൻഡിൽ വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് പാഡ്, ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ 12-ൻ്റെ ബോക്സ് വെച്ചിട്ട് കാലിപ്പറിന് നട്ട് നമുക്ക് ലൂസാക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8-ൻ്റെ ബ്രേക്ക് പാഡിൻ്റെ ലോക്ക് നട്ടുണ്ട്, അത് ലൂസാക്കുക. ഓക്കെ, അത് ഇവിടെ വെച്ച് ലൂസായി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ഊരി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കത്തിക്കുക. ഈ 2 ബോൾട്ടും ഊരിയെടുക്കുക. എന്നിട്ട് പതുക്കെ കാലിപ്പർ ബാക്കിലോട്ട് വലിച്ചാൽ മാത്രം മതി. കാലിപ്പർ ഇങ്ങനെ ലൂസായി ഇങ്ങളായി വരും. ഇത്രയേ ഉള്ളൂ സംഭവം. ബ്രേക്ക് പാഡ് ഓൾമോസ്റ്റ് തീരാനുള്ള സ്റ്റേജായി. എന്തായാലും നമുക്കതങ്ങ് മാറ്റാം. ബ്രേക്ക് പാഡ് ഇളക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇളക്കി വെച്ചിരുന്ന ഈ 8-ൻ്റെ സ്ക്രൂ ലൂസ് ചെയ്ത് ഇളക്കി കഴിഞ്ഞെടുക്കുക. അത് ലൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് ഫ്രീ ആവും. ഇതാ പാഡ് പഴയ. എൻ്റെ ലൈഫ് ഓവറായി. നമ്മുടെ കാലിപ്പറിൻ്റെ ഇതും ക്ലീൻ ചെയ്തിടണം. കാലിപ്പറിൻ്റെ ആസിഡ് ഇത് ലൂബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് കാലിപ്പർ കയറി സ്റ്റക്കാവും. കണ്ട, ഇത് ഡ്രൈ ആയി. പുതിയ പാഡ് ഇടുന്നതിന് മുന്നേ ശ്രദ്ധിച്ച് ഇവിടെ കാണാൻ പറ്റും. പുതിയ പാഡ് ഇടുന്നതിന് മുമ്പേ നമുക്ക് ഈ കാലിപ്പർ ഇപ്പോൾ പുറത്തോട്ട് തള്ളി നിൽക്കുമല്ലേ, ഇതിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്യണം. കാരണം പുതിയ പാഡ് ഇടുമ്പോൾ ഇവിടെ ക്ലിയറൻസ് കിട്ടത്തില്ല. കാരണം കാലിപ്പർ കംപ്ലീറ്റ് ഇങ്ങനെ വെളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പുള്ളി ഇത് അകത്ത് തരണം. അപ്പോൾ ഞാൻ ഇവിടെ പഴയ പാഡ് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഒരു നോർമൽ സി ക്ലാമ്പ് എടുത്തിട്ട് അതിനെ പുഷ് ചെയ്ത് അകത്ത് കയറ്റിയാൽ മതി. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. നമ്മളല്ലാതെ എന്തെങ്കിലും ഹാമർ വെച്ചിട്ടൊക്കെ തള്ളി അകത്ത് കയറ്റാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാലിപ്പർ സ്ക്രാച്ച് ആവും. അതിന് മുന്നേ കാലിപ്പറും അതിൻ്റെ ഏരിയയൊക്കെ നല്ലവണ്ണം WD-40 അടിച്ച് ക്ലീൻ ചെയ്യുക. കാരണം ക്ലീനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. നല്ലോണം ക്ലീൻ ആവും. നല്ല രീതിയിൽ സോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഞാൻ കാലിപ്പർ നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം ഇത് പുഷ് ചെയ്ത് അകത്തോട്ട് കയറ്റാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ
ഇവിടെ ഇരിക്കുന്ന പൊടിയും ബാക്കി ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം കൂടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറി പോയിട്ട് ഇവിടെ ഒരു ഓയിൽ സീൽ വരും, അതായത് ഒരു ഓറിങ്. ആ ഓറിങ് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡിസ്ക് കാലിപ്പർ അകത്തോട്ട് പ്രസ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ പിസ്റ്റൻ്റെ ഈ സൈഡ് ഏരിയ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. എന്നിട്ട് പഴയ നമ്മൾ റിമൂവ് ചെയ്ത ഡിസ്ക് പാഡ് തന്നെ വെച്ച് ഇതിൻ്റെ ഇടയ്ക്കൊരു തുണി വയ്ക്കുക. അപ്പോൾ ഇതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ കാലിപ്പറിൽ സ്ക്രാച്ച് വീഴത്തില്ല. ഇങ്ങനെ ഈ സെറ്റപ്പ്, അതായത് പഴയ ഡിസ്ക് നമ്മുടെ പിസ്റ്റൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് മുറുകി കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അത് ഓട്ടോമാറ്റിക്കലി അകത്തങ്ങ് കയറിപ്പോവും. നോക്കിക്കോ, നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസ്ക് അങ്ങ് അകത്ത് കയറി പോകുന്നത്. ഉണ്ടോ? ഇങ്ങനെ കറയി കൊടുത്താൽ മതി. ഉണ്ടോ? ഉണ്ടോ? ഇത് അകത്ത് പോകുന്നതുണ്ടോ? ഈസി ആയിട്ട് പോകും. ഈസി. നമ്മൾ വേറെ ചുറ്റി കൊണ്ടും അടിക്കണ്ട, വേറെ ഒരു രീതിയിലുള്ള ഒന്നിട്ട് പുഷ് ചെയ്യണ്ട. ഫുള്ളും അങ്ങകത്ത് പോയി. കണ്ടായിരുന്നോ? എന്നിട്ട് ഈ ക്ലാമ്പ് ലൂസാക്കി അങ്ങ് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേസ്. ഉണ്ടാ, കാലിപ്പർ ഫുള്ളായിട്ട് അങ്ങ് തുള്ളിപ്പോയായിരുന്നു. പിന്നെ ആ ഏരിയയൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് പുതിയ പാഡിടണം. ഇതാണ് ടെൻഷൻ സ്പ്രിങ്, നമ്മുടെ പാഡിനെ ടെൻഷനിൽ നിർത്തുന്ന സ്പ്രിങ്. അതും ക്ലീൻ ചെയ്യുക. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ടെൻഷൻ സ്പ്രിങ് വയ്ക്കുന്നത്. അപ്സൈഡ് ഡൗൺ, ഇതിലൊരു ചെറിയ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ മേടിച്ച പുതിയ പാഡാണിത്. പാഡിൻ്റെ പാർട്ട് നമ്പർ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതാണ് പാർട്ട് നമ്പർ. എൻ്റെ വില വന്നിട്ട് 298 റുപ്പീസാണ്. അപ്പോൾ കുറച്ച് കൂടിയായിരുന്നു. ഇപ്പോൾ ഒരു വർഷം മുന്നേക്ക് അത് 220, 250 ആ റേഞ്ചിലാണ് ഇരുന്നത്. ഇപ്പോൾ 2 വർഷം കൊണ്ട് എല്ലാ സ്പെയർ പാർട്സിൻ്റെയും വില കൂടിയുണ്ട്. ഇത് വന്നിട്ട് ഇപ്പോൾ 300 രൂപ അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് റേ ആൽഫ ഫാസിനോ. ഈ സ്കൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഡിസ്ക് പാഡിൻ്റെ പാർട്ട് നമ്പർ ഇതാണ്. നോട്ട് ഡൗൺ. ഇതാണ് നമ്മുടെ പുതിയ പാഡ്. ഇപ്പം നമ്മൾ സമയത്തിന് പാഡ് മാറിയില്ലെങ്കിൽ എന്തിട്ടെന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ റോട്ടർ അൺഈവനായിട്ട് വേറായി പോകും. കാരണം നമ്മൾ ബൈക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷേ സ്കൂട്ടർ ആകുമ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ലേഡീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രായം ചെന്ന ആൾക്കാരായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. അവർ അങ്ങ് ഓടും. ആ ഓവർ ടൈം ഡിസ്ക് തേഞ്ഞിട്ട് ആ ഡിസ്ക് ഓടിക്കഴിയുമ്പോൾ ഈ പഴയ ഡിസ്കിൻ്റെ ഈ മെറ്റൽ പാർട്ട് നമ്മുടെ ഈ ഡിസ്കിൻ്റെ റോട്ടറിൽ ടച്ച് ചെയ്ത് ഡിസ്ക് അങ്ങ് തേഞ്ഞങ്ങ് പോകും. പിന്നെ ഡിസ്കും കൂടെ മാറേണ്ട സിറ്റുവേഷൻ ആവും. അതുപോലെ തന്നെ ഡിസ്ക് പാഡിൻ്റെ ഈ മൗണ്ടിങ്, ഈ ബുഷ് വരുന്ന ഈ റോഡ്സ്, ഇതും ക്ലീൻ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം. എന്നിട്ട് ഇതിൽ സിലിക്കോൺ ഗ്രീസാണ് യൂസ് ചെയ്യുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇത് ക്ലീൻ ചെയ്യുക. ഞാനങ്ങനെ സിലിക്കോൺ ഗ്രീസ് ഞാൻ പുരട്ടിയായിരുന്നേ. അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമ്മുടെ ഈ കാണുന്നതാണ് സിലിക്കോൺ ഗ്രീസ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് തീർന്നു പോയി. ഇനിയിപ്പോൾ മേടിക്കണം. സിലിക്കോൺ ഗ്രീസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാവൂ. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചെക്ക് ചെയ്യണം ഈ റബ്ബർ സീൽസ് കറക്റ്റായിട്ട് സീൽ ചെയ്യുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ എന്തൊട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കയറിയിട്ട് വെള്ളം അകത്ത് പോയി ഈ ഏരിയ തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കീപ്പ് ഇൻ മൈൻഡ്. അപ്പം ഇങ്ങനെയാണ് ഡിസ്ക് എൻഗേജ് ചെയ്യണതും ഡിസെൻഗേജ് ചെയ്യണതും ഉണ്ടായിരുന്നോ? ഇങ്ങനെയാണ്
അത് ഇടേണ്ടത്. എന്നിട്ട് മേക്ക് ഷുവർ ചെയ്യണം ഇതിൻ്റെ സീലൊക്കെ പ്രോപ്പർലി ആ ഗ്രൂവിൽ വീണിട്ടുണ്ടോ എന്ന്. ഇത് വീണിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം അകത്ത് കയറും. ഓക്കെ, സോ ഇനി നമുക്ക് ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്യാം, പുതിയ ബ്രേക്ക് പാഡ്. അപ്പോൾ അതിന് മുന്നേ നേരത്തെ കാണിച്ച ബ്രേക്ക് പാഡിൻ്റെ ഈ ടെൻഷനർ സ്പ്രിങ് അകത്ത് നൈസായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പൊട്ടിച്ച് പുതിയ ബ്രേക്ക് പാഡ്സ് അങ്ങ് ഇടാം. അത് ഇടുന്നതിന് മുമ്പേ ശ്രദ്ധിക്കണം, ഇതിൽ 2 രീതിയിലുള്ള പാഡ് വരുന്നുണ്ട്. ഒന്നിൽ ഇങ്ങനൊരു വെട്ട് വരുന്നതുണ്ട്, ഒന്നിൽ ഈ ഒരു ചെറിയൊരു സൂചി പോലിരിക്കുന്ന എഡ്ജ് വരും. അപ്പോൾ ഈ എഡ്ജ് വരുന്നത് അകത്ത് പോവും, ഉള്ളിൽ ഇതാ ഇങ്ങനെ വരും. ഇതാ ഇങ്ങനെ പോവും അകത്ത്. എന്നിട്ട് ഈ സി പോലത്തെ എഡ്ജ് വരുന്നത് പുറത്ത് വരും, റൈറ്റ് സൈഡിൽ. അപ്പം ഇങ്ങനെ ഇത് ലോക്കാവുന്നത്, എന്നിട്ട് ഈ ഗ്യാപ്പിലാണ് നമ്മൾ പിന്നിട്ട് കൊടുക്കേണ്ടത്. ഈ പിന്നിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പിന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ പിന്ന് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ്സ് സ്ലൈഡ് ആവത്തില്ല. ഇതിൽ അഴുക്കും പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ആ ബ്രേക്ക് പാഡ്സ് കിടന്ന് സ്ലൈഡാവുന്നു, അത് ചെയ്യത്തില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്, ആൻഡ് ഓൾസോ കൺസിഡർ subscribing to my channel. And if you haven't watched my earlier videos, please watch that, and just let me know your thoughts and feedback. ബ്രേക്ക് പാഡ് ലോക്കിംഗ് നട്ടും ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ വഴി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് എല്ലാം അലൈൻ ചെയ്ത് വെച്ചാൽ ഇത് കയറത്തുള്ളൂ. ഒരു ബ്രേക്ക് പാഡ് കയറി. ഇനി അടുത്തത് കറക്റ്റായിട്ട് ബ്രേക്ക് പാഡ് അലൈൻ ചെയ്ത് ആ ഹോൾസിൽ മാച്ച് ചെയ്ത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ അത് ടൈറ്റാവും, പിന്നെ അത് ഇളകത്തില്ല. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് പാഡ് സർവീസ് ചെയ്യുന്നതും മാറ്റുന്നതും. കണ്ടോ പുതിയ പാഡ്സ്. എന്നിട്ട് ആ 8-ൻ്റെ ലോക്കിംഗ് നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് ടൈറ്റ് ചെയ്യണ്ട, ചെറുതായിട്ട്. സോ ഗൈസ്, അപ്പം നമ്മളെ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞായിരുന്നു. ഇനി നമുക്കിത് തിരിച്ച് സ്കൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ജസ്റ്റ് ആ ഇട്ടിരുന്ന ഗ്യാപ്പ്, ഡിസ്ക് പാഡിൻ്റെ ഗ്യാപ്പ് പ്രോപ്പറാണോ, ക്ലിയറൻസ് ഉണ്ടോ, ഈ ഡിസ്ക് ഇതിൽ കയറാനുള്ള ക്ലിയറൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി മൗണ്ടിങ് പോയിൻറ്റിൽ വെച്ചിട്ട് പഴയ നമ്മൾ ആദ്യം ഇളക്കിയില്ലേ ആ കാണുന്ന ബോൾട്ട് എടുത്ത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന 12 mm ബോൾട്ട് നമ്മൾ ഇളക്കിയതുപോലെ അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് റൈറ്റ് എമൗണ്ട് ഓഫ് ടോർക്ക് അപ്ലൈ ചെയ്ത് അത് ലോക്ക് ചെയ്യുക. നമ്മുടെ അങ്ങനെ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബ്ലീഡിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും please like and share this content, and also subscribe to my channel guys. So see ya. Thanks for watching guys. Please do subscribe to my channel.